റീസ്റ്റോറേഷൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി സ്ക്രാപ്പിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്യൂജി ഫിലിമിൻ്റെ ഒരു ക്യാമറ 600 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്തൊക്കെ ഫുള്ള് ഫംഗസും പൊടിയെ കയറിയിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് LED ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കണ മോഡൽ ഒരു ലൈറ്റ് ആയിരുന്നു. അടുത്തത് സാംസങ്ങിൻ്റെ S Pen ഒക്കെ ഡെമോയ്ക്ക് വെക്കാൻ വേണ്ടിയുള്ള ഹോൾഡർ ആയിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് മിസ്റ്റർ ലൈറ്റിൻ്റെ ഒരു എമർജൻസി ലൈറ്റ് ആയിരുന്നു. ഈ ലൈറ്റ് 50 രൂപയ്ക്കായിരുന്നു കിട്ടിയത്. ലൈറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു. ആദ്യം നമുക്ക് ഈ ലൈറ്റ് ശരിയാവുമെന്ന് നോക്കാം. ഫുള്ള് സാനിറ്റൈസറൊക്കെ അടിച്ച ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ലൈറ്റ് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തൊന്നും അല്ലായിരുന്നു. ഈ ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പവർ കേബിൾ വെക്കണതിൻ്റെ അവിടെയുള്ള കവർ ഇതിൻ്റെ കൂടെ ഇല്ലായിരുന്നു. അത് മിസ്സായി പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫുൾ അഴിച്ചു നോക്കാം. പകുതി സ്ക്രൂ ഒന്നും ഇല്ലായിരുന്നു. ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി ആക്രിക്കടയിലെ ചേട്ടൻ തന്നെ അഴിച്ചെടുത്താന്ന് പറഞ്ഞായിരുന്നു. ഇതുപോലത്തെ ലൈറ്റൊക്കെ കൂടുതലും കേടാണത് ബാറ്ററി പോകുമ്പോഴാണ്. ഈ ലൈറ്റ് അഴിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ അഴിക്കാൻ പറ്റും. ഇത് അഴിച്ചു നോക്കിയപ്പോൾ ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അതുപോലെ ലൈറ്റിനും കുഴപ്പമില്ലായിരുന്നു നോക്കിയപ്പോൾ. പിന്നെ ഇതിൻ്റെ സ്വിച്ച് എങ്ങനെ നീങ്ങൂലായിരുന്നു, നല്ല ടൈറ്റ് ആയിട്ടിരിക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ ലൈറ്റ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സ്വിച്ച് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബോർഡ് നമുക്ക് അഴിച്ചെടുത്തിട്ട് സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. സ്വിച്ചിൻ്റെ ഉള്ളിൽ പൊടിയോ അതേ തുരുമ്പോ എന്തോ കയറി ഇങ്ങനെ സ്റ്റക്കായാലും ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി WD-40 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഇച്ചിരി അടിച്ചു കൊടുത്തപ്പോഴത്തേന് സംഭവം ഓക്കെ ആയി. ശരിക്കും ഇതുപോലത്തെ സ്വിച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വേറൊരു സ്പ്രേ വാങ്ങാൻ കിട്ടും. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മുടെ ബോർഡൊക്കെ അതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഈ എമർജൻസി ലൈറ്റിൽ വെക്കാൻ വേണ്ടി 6 വോൾട്ടിൻ്റെ 5Ah ഒരു ബാറ്ററി വാങ്ങിയായിരുന്നു. ഈ ബാറ്ററി ഞാൻ വാങ്ങിയപ്പോൾ 300 രൂപയായിരുന്നു റേറ്റ് ആയത്. അപ്പോൾ ബാറ്ററി നമുക്ക് കറക്റ്റായിട്ട് എമർജൻസി ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനി ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള വയറുകൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ ബാറ്ററിയിലേക്ക് കൊടുക്കണം. ബാറ്ററി വെച്ച ശേഷം ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇനി നമുക്ക് സൈഡിലത്തെ കവറൊക്കെ അടച്ചെടുക്കാം. അതിലും ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ വയർ വിട്ടെടുക്കണം. അത് നമുക്ക് ഫിറ്റ് ചെയ്യണം. സാംസങ്ങിൻ്റെ S Pen ഡെമോയ്ക്ക് വെക്കാൻ വേണ്ടിയുള്ള ഹോൾഡർ വേറെ എന്തോ സാധനം എന്നോർത്ത് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. വീട്ടിൽ വന്ന് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് സംഭവം ഇതാണെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ സൈഡിലത്തെ കവർ അടച്ച ശേഷം ഫ്രണ്ടിലത്തെ ഗ്ലാസും കൂടെ വെച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. ഈ ലൈറ്റിൻ്റെ കവറൊക്കെ അടച്ചെടുക്കാൻ വേണ്ടി പകുതി സ്ക്രൂ ഇതിലില്ലായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള സ്ക്രൂ കൂടെ ഇട്ടാണ് ടൈറ്റ് ചെയ്തെടുത്തത്. ഇനി നമ്മുടെ ലൈറ്റിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ചാർജ് കയറുന്ന ടൈമിലുള്ള ലൈറ്റൊക്കെ തെളിയുന്നുണ്ട്. ചാർജ് ഫുൾ ആകുമ്പോഴത്തേനെ ഗ്രീൻ കളറാവും ലൈറ്റ്. അതിനുശേഷം നമുക്ക് കേബിൾ എല്ലാം കൂടെ ഉള്ളിലേക്ക് വെക്കാം. ഈ കേബിൾ വെക്കണോടത്തെ കവറില്ലായിരുന്നു, അതൊരു PVC പൈപ്പ് വെച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ലൈറ്റ് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ ബാറ്ററി പോയപ്പോൾ ആരോ സ്ക്രാപ്പിലേക്ക് കൊടുത്തതാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ 350 രൂപ ചിലവിന് അടിപൊളി ഒരു എമർജൻസി ലൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുടെ റീസ്റ്റോറേഷൻ വീഡിയോയും ഉടനെ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണേ.